നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം സർ, അങ്ങനെ കേന്ദ്രത്തിൽ നിന്നൊരു വാർത്ത പുറത്തു വരികയാണ്. കേന്ദ്രമന്ത്രിസഭ ഉടൻ പുനഃസംഘടിക്കും. അതെ, ഉടച്ചു വാർക്കാനുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ സ്വാഭാവികമായിട്ടും BJP അത് ചെയ്യാറുള്ളതാണ്, ഒരു മന്ത്രിസഭ ഒരു ഉടച്ചു വാർക്കൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇത്തവണ 20-ലധികം കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകളാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ DMK-യിൽ നിന്നുള്ള മന്ത്രിമാരും ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് DMK BJP-യിലോട്ട് പോകുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വാസ്തവം? കഴിഞ്ഞ ദിവസമാണ് അമിത്ഷാ മഹാബലിപുരത്ത് പോയിരുന്നത്. അതായത് ഇടയ്ക്കിടയ്ക്ക് നടക്കാറുള്ള സതേൺ സോണൽ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാനാണ് അദ്ദേഹം വന്നത്. അവിടെ ചർച്ച ചെയ്യപ്പെട്ട പ്രധാന വിഷയങ്ങളിലൊന്നും മുല്ലപ്പെരിയാർ, തമിഴ്നാടുമായിട്ടുള്ള തർക്കം. അതിൽ 2 ബോംബുകളാണ് കേരളത്തിന് നേരെ തമിഴ്നാട് എടുത്തിരിക്കുന്നത്. ഒന്ന് ജലബോംബ്, അതായത് 152 അടിയായിട്ട് ജലനിരപ്പ് ഉയർത്തും. രണ്ടാമത്തത് പച്ചക്കറി, നിങ്ങൾ കൂടുതൽ വാദിക്കാൻ വന്ന പച്ചക്കറി കേരളത്തിലോട്ട് ഞങ്ങൾ കയറ്റി അയക്കുന്നില്ല, നിങ്ങളെങ്ങനെ പച്ചക്കറി കൂട്ടി ഉണ്ണും എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. മുട്ട വേണമെങ്കിലും നാമക്കല്ലിൽ നിന്ന് വരണം, കോഴി വേണമെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് വരണം എന്നുള്ളൊരു സ്ഥിതിയുള്ള ഈ ആശ്രിത സംസ്ഥാനമായിട്ടുള്ള കേരളത്തിന് അതും ഒരു ബോംബ് തന്നെയാണ്. പ്രത്യേകിച്ച് ഓണക്കാലത്തെ കാണാം, പച്ചക്കറി, പൂക്കൾ, ഈ മുട്ട, കോഴിയൊക്കെ വന്നില്ലെങ്കിൽ കേരളം തലയിൽ കൈയും വെച്ചിരിക്കേണ്ടി വരും, കൊടുങ്കൈയും കുത്തിയിരിക്കേണ്ടി വരും. പിന്നെ ഇത് ഒരു കാരണവശാലും 152 അടി താഴെ പോവില്ല. അപ്പോൾ അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അങ്ങനെ ചില അതിനപ്പുറം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, തമിഴ്നാട്ടിലേക്ക് അമിത്ഷാ പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഊഹങ്ങളുണ്ടായിരുന്നു. വലിയ തോതിലുള്ള ഒരു കട്ടിങ് ദി സൗത്ത് ഇവിടെ സംഭവിക്കും. ആ കട്ടിങ് സൗത്ത് ഇടതുപക്ഷം പറയുന്ന പോലെ കട്ടിങ് ദ സൗത്ത് അല്ല, മറിച്ച് കട്ടിങ് ദ സൗത്ത് ഇൻ അമിത്ഷാസ് ഫേവർ. അതിനെ കട്ട് ചെയ്തിട്ട് ശില്പം പോലാക്കിയെടുത്തിട്ട് NDAയുടെ ഭാഗമാക്കി തീർക്കുക. ആ ഒരു വലിയ ശില്പകലാ വൈഭവം അല്ലെങ്കിൽ ശില്പകലാ ചാതുരിയാണ് അമിത്ഷാ ഇവിടെ ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവർ ദ്രാവിഡ പാർട്ടി എന്നുള്ള നിലയിൽ നേരെ എതിർ ധ്രുവത്തിലായിരുന്ന DMK-യെ അദ്ദേഹം വളച്ചെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ആ സംഭവമാണ് നടന്നിരിക്കുന്നത്. DMK ഇപ്പോൾ ഏറ്റവും വലിയ സംഭവം ഡീലിമിറ്റേഷനെ പിന്തുണയ്ക്കാൻ തയ്യാറായിരിക്കുന്നു. ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് പരിശോധിച്ചിട്ട് യെസ് ഓർ നോ പറയുമെന്ന് DMK-യുടെ പ്രമുഖ നേതാക്കന്മാർ പാർലമെൻറ്റ് ഇത് അവതരിപ്പിക്കാൻ തുടങ്ങും മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് മുഴുവൻ വായിച്ച് കേൾപ്പിച്ച് വിശദീകരിച്ചു അവരനുകൂലമായിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഡീലിമിറ്റേഷൻ ഇപ്പോൾ വിൻ്റർ സെഷനിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ DMK പിന്തുണയ്ക്കും. അതിനപ്പുറം വല്ലതുള്ള പിന്തുണയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനും DMK തയ്യാറാണെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാരണം അത് വിശ്വസിക്കേണ്ടി വരും. കാരണം DMK അല്ല അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നതല്ലേ? എതിർത്തിരുന്നതെന്ന് പറഞ്ഞാൽ അവർ എന്താ പറയുന്നത്, വിഷയപരമായിട്ട് സബ്ജക്റ്റ് ടു ദി മാറ്റർ അങ്ങനെയായിട്ടാണ് അവർ ക്രിട്ടിസൈസ് ചെയ്തത്. വിഷയാധിഷ്ഠിതം, രാഷ്ട്രീയമല്ലായിരുന്നു, മറ്റുള്ളവരുടെ രാഷ്ട്രീയം എന്നാണ് വ്യത്യാസം. ഇതിപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ തമിഴ്നാട്ടിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുവഴി DMK അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതവർക്ക് ആവശ്യമാണ്. എന്താ കാര്യം, ഈ ഓരോ ജനപ്രതിനിധിക്കും പവറുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് പവറില്ല, കേന്ദ്രത്തിൽ പവറില്ല. പവറില്ലാതെ ഒരു പാർട്ടിക്ക്, അത് DMK പോലുള്ളൊരു പാർട്ടിയാണെങ്കിലും അധിക നാൾ പോവുക പ്രയാസമാണ്. പിന്നെ അഴിമതിയെക്കുറിച്ച് അണ്ണാമലൈ തന്നെ ധാരാളമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ച് നാറ്റിച്ചതാണ് DMK. അറിയാം, കുടുംബത്തോട് അഴിമതി. കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയനും ആ സ്ഥിതിയിലാണ് വരുന്നത്, അത് വേറൊരു കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, അണ്ണാമലയെ മാറ്റി നിർത്തണം. അത് സാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പാർട്ടിയുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലായോ? ഒരു രാഷ്ട്രീയ കൗശലം. അദ്ദേഹം BJP-യോട്ട് ഒരു വഴക്കം ഉണ്ടാക്കിയിട്ടില്ല, ഒരു വിമർശനവും നടത്തിയിട്ടില്ല. NDA മുന്നണിയിലേക്ക് DMK-യോടൊപ്പം വേണമെങ്കിൽ അണ്ണാമലയ്ക്കും കയറി വരാം. BJP-യിൽ ഇരുന്ന് വിമർശിക്കേണ്ട കാര്യമില്ല, വേറൊരു പാർട്ടിയിൽ നിന്ന് വിമർശിക്കാം. മനസ്സിലായി? അങ്ങനെ നടക്കാറുണ്ടല്ലോ. അങ്ങനെ വിമർശിച്ചുകൊണ്ട് തന്നെ ഒരേ മുന്നണിയുടെ ഭാഗങ്ങളാവുന്നു. അപ്പോൾ അത് കൗശലം സാധിക്കുന്നുണ്ട്. DMK വന്നു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിസഭയിൽ അവർക്ക് സ്ഥാനവും ലഭിക്കും. ആരൊക്കെയാണ് മന്ത്രിമാരാണ് ഇരിക്കുന്നത്? എന്തായാലും സ്റ്റാലിനൊന്നും മന്ത്രിയാവില്ല, ഉദയനിധി മന്ത്രിയാവില്ല. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ഇവിടെ. ആ രീതിയിൽ ജൻസിയാണ്.
ഏജിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആ രീതിയിൽ തന്നെ തുടരും. അല്ലാതെയുള്ള ജയിച്ച DMK അംഗങ്ങൾ വളരെ കുറവാണത്. അവരിൽ കുറേ പേർക്ക് തീർച്ചയായിട്ടും ഇവിടെ മന്ത്രിസഭയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് BJPയുടെ തമിഴ്നാട്ടിൽ ഫുട് പ്രിൻ്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെയും ഭാഗമാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒത്തു വന്നിരിക്കുകയാണ്. NDA വലിയൊരു നേട്ടം കൊയ്തിരിക്കുകയാണ് ഇതിൽ. അതേസമയം ഇന്ത്യ മുന്നണി വലിയൊരു ആഘാതം ഉറ്റുനോക്കുകയാണ്. അവരിൽ പലരും അറിഞ്ഞു കഴിഞ്ഞു ഇത് ശരിയാവുകയാണെങ്കിൽ വലിയൊരു ആഘാതമാണ്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇടപെടാൻ പറ്റുമോ? ഒരു കാരണവശാലും ഇടപെടാൻ പറ്റില്ല. എന്തുകൊണ്ട്? രാഹുൽ ഗാന്ധി നല്ലൊരു ചതി ചതിച്ചു DMK. അതായത് നമ്മൾ ഒരുമിച്ച് DMK ജയിക്കുമെന്നാണ് വിചാരിച്ചത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രവചനങ്ങൾ വന്നു, വിശ്വാസയോഗ്യമായ പ്രവചനങ്ങൾ. എങ്ങനെ വന്നു? ജയിക്കാൻ പോകുന്നത് TVK ആണ്, തമിഴ് വെട്രി കഴകം എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ ചുവട് മാറ്റിയിട്ട് എന്നാൽ ഞങ്ങൾ അയാളുടെ കൂടെയാണെന്ന് പറഞ്ഞ് ഒരൊറ്റപ്പോക്ക്. അതേസമയം ഈ DMK എന്ന പാർട്ടി കേന്ദ്രത്തിൽ 2 തവണ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഗവൺമെൻറ്റിനെ താങ്ങിയതാണ്. ഒരു തവണ പോലും അവർ പിന്തുണ പിൻവലിച്ചില്ല, പാലം പിൻവലിച്ചില്ല. വിശ്വസ്തരായ കൂട്ടുകാരാണ്, വിശ്വസ്തരായിട്ടുള്ള ഘടകകക്ഷിയാണ്. നമ്മൾ റഷ്യ ഇന്ത്യയുടെ വിശ്വസ്തരായ സുഹൃത്തുക്കളെന്ന് പറയുന്നത് പോലെ ചതിച്ചില്ല, വാക്കുപാലിച്ചു. പക്ഷേ ഇവിടെ കോൺഗ്രസ് കാണിച്ച ആ ഒരു കാര്യം വലിയൊരു ചെറ്റത്തരം പോലെയാണ് ഇപ്പോൾ MK സ്റ്റാലിൻ നോക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസുമായിട്ടുള്ള സഹകരണം എന്ന് പറയുന്നത് 0-യിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പതുക്കെ അദ്ദേഹം വളരെ ശാസ്ത്രപരമായ നിലപാടെടുക്കുന്ന ആളാണ്. നോക്കൂ, ഇപ്പോൾ TVK വിളിച്ചതാണ് ഞങ്ങളുടെ മന്ത്രിസഭയിൽ നിങ്ങളും ചേരെ. അല്ല, നമ്മൾ രണ്ടും 2 ആദർശങ്ങളുള്ള പാർട്ടിയാണ്, ഞങ്ങളുടേത് ദ്രാവിഡ പാർട്ടിയാണ്, നിങ്ങളുടേത് അതല്ല, ചേർന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദയാപൂർവം അത് അങ്ങ് നിരസിക്കുകയാണ് ചെയ്തത്. സന്തോഷപൂർവ്വം അതങ്ങ് നിരസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനൊരു പാർട്ടി സംബന്ധിച്ചിടത്തോളം NDAയിലേക്ക് ഇപ്പോൾ ചേർന്ന് എടുത്തു ചാടി ഞങ്ങൾ തോറ്റത് കൊണ്ട് അങ്ങ് വരിക എന്ന് പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് വന്ന പോലല്ല വന്നത്. ഇത് മാന്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഉറപ്പായിട്ടും ഇപ്പോൾ അവിടുന്ന് ഒരാൾ കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരാനിരിക്കുന്ന കാക്കോലി ഘോഷാണ്. നമ്മൾ തമിഴ്നാടിൻ്റെ കേരളത്തിൻ്റെ കാര്യം പറയണ്ടേ? ജോർജ് കുര്യൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കാഞ്ഞിരപ്പള്ളി തോറ്റതോടുകൂടി അദ്ദേഹത്തിൻ്റെ സാധ്യത ഇല്ലാതായി. നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അദ്ദേഹത്തിന് അവിടം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നേമത്ത് ജയിക്കാൻ വേറെ ആളില്ല. ഓൾ സീറ്റ് MLA സ്ഥാനം പോകും. കഴക്കൂട്ടത്ത് മുരളീധരൻ നല്ല കാൻഡിഡേറ്റാണ്, മുൻ മന്ത്രിയുമാണ്. പോയി കഴിഞ്ഞാൽ പിന്നെ അത് പണിയാണ്. ഏതാണ്ട് 238 വോട്ടിനല്ലേ ജയിച്ചിരിക്കുന്നത്. അവിടെ ഉറപ്പ് കിട്ടില്ല. അതുകൊണ്ട് അതൊന്നും പോകാൻ സാധ്യതയില്ല. പിന്നുള്ള സാധ്യത MT രമേശിനാണ്. പക്ഷേ ഇപ്പം പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തുണ്ട് പുള്ളി, അത് മാറ്റാനുള്ള സാധ്യതയും കുറവാണ്. പിന്നെ PK കൃഷ്ണദാസ് ഓഫ് കോഴ്സ് ഒരു സാധ്യതയാണ്. എന്നാൽ പിന്നെ ഒറ്റൊരു സാധ്യതയും കൂടെ ഉണ്ട്, ശോഭാ സുരേന്ദ്രൻ. അതിലും വലിയൊരു സാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നത് അബ്ദുള്ളക്കുട്ടിയാണ്. അദ്ദേഹത്തിനെ സംഘടനാ നേതൃത്വം വൈസ് പ്രസിഡൻ്റായിരുന്നല്ലോ, ദേശീയ വൈസ് പ്രസിഡൻ്റായിരുന്ന അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മറ്റെന്തെങ്കിലും പദവി കൊടുക്കാതെ അദ്ദേഹത്തെ മാറ്റുന്ന പരിപാടി BJPക്കില്ല. അപ്പോൾ ഭരണതലത്തിൽ ഉയർന്ന ചുമതല എന്ന് പറയുമ്പോൾ അത് മന്ത്രിപദമാണ്. അബ്ദുള്ളക്കുട്ടിക്ക് അത് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ദേശീയ തലത്തിൽ മന്ത്രിസഭയിൽ ഇപ്പോൾ ഒറ്റ മുസ്ലിം പോലും ഇല്ല. ആ അവസ്ഥയ്ക്ക് ഒരു പരിഹാരവും കൂടിയാവുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് ആ തരത്തിൽ. എന്തായാലും നമുക്കൊരു ആഴ്ചയ്ക്കകം ഇത് നമുക്ക് തിരിച്ചറിയും. പിന്നെ വേറൊരു ഞെട്ടൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ കേൾക്കുന്നത്, ശരിയാവുമെന്നറിയത്തില്ല, ദേവേന്ദ്ര ഫഡ്നാവിസ് കേന്ദ്രമന്ത്രിയാവും. അപ്പോൾ എന്ത് സംഭവിക്കും? മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരും. അത് ചിലപ്പോൾ സാധ്യതയുണ്ട്. എന്താണെന്നറിയാം, ഇദ്ദേഹം ഒരു നമ്പൂതിരിയാണ്. ശരത് പവാർ ഈയിടെ നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. രഹസ്യമായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തു. അതിലൊന്ന് അവർ NDAയിലേക്ക് വരാമെന്നുള്ളതാണ്. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു, മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ഒരു മറാത്തായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസിനെ ബലി കഴിച്ചിട്ട് അവിടെ ഒരു കേന്ദ്ര മന്ത്രിസഭയിൽ കൊണ്ടുവരുന്നറിയില്ല. കാരണം അങ്ങനെയാണ് ഈ അണ്ണാമലയെയും ബലി കഴിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഗീവ് ആൻഡ് ടേക്സ് വേണ്ടി വരും. അതിൻ്റെ ഒരു ഭാഗം കൂടിയായിരിക്കും ഈ പ്രാവശ്യം നടക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ വിൻ്റർ സെഷന് മുമ്പ് നടക്കും ഈ മന്ത്രിസഭ. ഇത് മുമ്പേ നടന്നേനേം കേട്ടോ. CJP ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് ആ സമയത്ത് നടത്തി. ഇനി ധർമ്മേന്ദ്ര പ്രധാനെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ അവർ പറയും ഭയന്നുകൊണ്ട് മാറ്റിയതാണ്. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാനിരിക്കുമായിരുന്നു.
എന്നാൽ പിന്നെ സമയത്ത് മാറ്റി എന്തായാലും ഇവരുടെ വിജയമാണെന്ന് പറയും. എനിക്ക് തോന്നുന്ന മിക്കവാറും ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു വിദ്യാഭ്യാസ മന്ത്രി വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം നീറ്റായിട്ട് പരീക്ഷ നടത്തുന്ന ഒരേ സംസ്ഥാനം നീറ്റില്ലാത്ത തമിഴ്നാടാണ്. കാരണം അത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ മത്സര പരീക്ഷയും കോച്ചിങ്ങും എല്ലാം കൂടെ വരുമ്പോഴാണ് അഴിമതി. CJP പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ സാർ ഏറ്റവും കൂടുതൽ പ്രതികരിക്കേണ്ടത് തമിഴ്നാടായിരുന്നു. കാരണം അവരാണ് ഇതിനെ ഏറ്റവും എതിർക്കുന്ന ആളുകൾ. പക്ഷെ അന്ന് ഒരു അക്ഷരം SFIക്കാർ 1961-ലാണോ 81-ലാണോ എത്രയും ആയിക്കോട്ടെ, അവര് ഈ കോച്ചിങ് സമ്പ്രദായത്തിനെതിരെ കേസ് കൊടുത്ത ആൾക്കാരാണ്. എന്നിട്ട് അവർ കാലുമാറി നമ്മൾ നിർത്തേണ്ടത് അതിൻ്റെ കോസ്മെറ്റിക് ഡ്രസ്സിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതല്ല വേണ്ടത്, അതിൻ്റെ അടിവേരിറക്കണം. ഈ സമ്പ്രദായത്തിൻ്റെ ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കിട്ടാത്തതാണ്, തുല്യ അവസരങ്ങൾ കിട്ടാത്ത മത്സര പരീക്ഷയാണ്. അത് മാറ്റിയിട്ട് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകണം. കോച്ചിങ് സെൻ്ററുകൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാവാത്ത വിധം പഴുതടച്ചുള്ള സംവിധാനമാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ശരിയായിട്ടുള്ള സാമൂഹിക നീതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മാറ്റങ്ങളാണെങ്കിൽ വരാൻ മന്ത്രിസഭ മാറട്ടെ ആദ്യം അല്ലേ? അതെ, തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.